ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 വഴുതനങ്ങയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പൊളി ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോഴേ ഇതുവരെയും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കിക്കോളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോഴ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ 2 കത്തിരിക്കയോ വഴുതനങ്ങയോ എന്നൊക്കെ പറയാം. ഇത് അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കണേ. നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ടേ. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടുവേ. ഇപ്പോൾ അതാണ്ട് നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനി ഈ പാനിൽ നിന്ന് അങ്ങോട്ട് കോരി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചോറിനൊക്കെ ഇത് മാത്രം ഉണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ, ഒരു 10 ഉണ്ടാവും, അത്യാവശ്യം വലുതാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വെന്ത് വരുന്ന വരെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതാണ് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 5 വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിൻ്റെ കണക്കനുസരിച്ച് ചേർക്കാം. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇതിന് ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ തക്കാളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതാണ് തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാണ്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഫ്രൈ ആക്കി എടുത്ത എല്ലാ ഐറ്റവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആ പൾസ് മോഡിലിട്ട് ഒരു 2 കറക്കൊന്ന് കറക്കിയാൽ മതിയാവും. ദാണ്ടെ ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ടൊക്കെ കിട്ടണം കേട്ടോ. അപ്പം ഇതുപോലെ അങ്ങോട്ട് ക്രഷാക്കി ഒരു 2 വട്ടം ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷാക്കിയാൽ മതി. ഇതുപോലെ കിട്ടും. ഇതിനി അങ്ങോട്ട് ചോറിനൂടെ വെച്ച് കഴിച്ചാൽ മതി. നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങ. അപ്പോൾ ഈ വഴുതനങ്ങ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ചോറിനൂടെ വെച്ച് അങ്ങോട്ട് കഴിക്കാം. അപ്പം നിങ്ങൾ ഇതുവരെയും വഴുതനങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും